രൂപ ഓണറേറിയം കിട്ടിയാൽ മാത്രമാണ് 232 രൂപ എന്നൊരു കണക്ക് നമ്മൾ നിരത്തിയത്. അതൊരു കണക്ക് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ 7000 രൂപ കിട്ടുന്നില്ലായിരുന്നു എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാൻ. കാരണം അതിന് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു, 10 മാനദണ്ഡങ്ങൾ. അങ്ങനെ മാനദണ്ഡങ്ങൾ പ്രകാരം വെട്ടിക്കുറച്ച് കഴിയുമ്പോൾ അത് 700 രൂപ വെച്ച് ഓരോ കാര്യത്തിനും കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, 2 കാര്യങ്ങൾ പൂർത്തീകരിച്ചില്ല എന്ന് അധികാരികൾ കണ്ടെത്തിയാൽ, ആശാവർക്കർമാർ ചെയ്തില്ലെങ്കിലല്ല, ചെയ്ത ശേഷവും അധികാരികൾക്ക് നിശ്ചയിക്കാം നിങ്ങൾ 2 എണ്ണം പൂർത്തിയാക്കിയില്ലെന്ന് പറഞ്ഞാൽ 1400 രൂപ അവിടെ കുറയ്ക്കുകയാണ്. ഇങ്ങനെയൊക്കെ കുറവ് വരുത്തിയിട്ടും ഞങ്ങൾ കണക്ക് പറഞ്ഞപ്പോൾ 7000 രൂപ എന്ന തത്വത്തിൽ അത് സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ ഓരോ മാസത്തെയും ഓണറേറിയത്തിൻ്റെയും ഇൻസെൻറ്റീവിൻ്റെയും PDF എടുക്കാം. അതൊരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ പ്രതിമാസ വേതനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ജോലിയുടെ വേതനം അടുത്ത മെയ് മാസം കിട്ടുമ്പോഴാണ് ഏപ്രിൽ മാസത്തെ വേതനം നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തെ ഓണറേറിയം ജൂൺ മാസത്തിലും ഏപ്രിൽ മാസത്തെ ഇൻസെൻറ്റീവ് വരാൻ പോകുന്ന ഓഗസ്റ്റിലും കിട്ടിയാൽ നമ്മൾ അതിന് എങ്ങനെയാണ് പ്രതിമാസമായിട്ട് പറയാൻ പറ്റുന്നത്? അതിന് നമുക്ക് ഏപ്രിൽ മാസത്തെ വേതനമായിട്ട് എങ്ങനെ പറയും? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കെ വലിയ തോതിൽ കുടിശ്ശിക വരുത്തിക്കൊണ്ടിരുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ സമരമുഖത്ത് വന്നത്. നമ്മൾ പക്ഷേ അതിനെല്ലാം പ്രതിമാസ വേതനം എന്ന നിലയിൽ തന്നെ നമ്മൾ പരിഗണിച്ചു. കാരണം ചില കാര്യങ്ങൾ പറയാൻ അതാണ് കൂടുതൽ എളുപ്പമെന്നുള്ളത്. അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയാൽ ധാരാളം കൺഫ്യൂഷൻ പൊതുസമൂഹത്തിനുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തത്വത്തിൽ 7000 രൂപ എന്ന് സമ്മതിച്ചത്. പക്ഷേ ഇപ്പോൾ NHM ഇങ്ങനെ വ്യാജ കണക്കുകൾ ഇറക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ 18 വർഷക്കാലവും വിടുവഴികൾ ചെയ്യിക്കുമായിരുന്നു. യാതൊരു കൂലിയും കൊടുക്കാതെ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ ഏത് മാസം തിരിച്ചു കൊടുക്കാം എന്ന് പോലും പറയാൻ പറ്റാത്തവണ്ണമുള്ള വളരെ മാസങ്ങൾക്ക് ശേഷമാണ് ഈ വേതനം തുച്ഛമായത് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ദാനം കൊടുക്കുന്നത് പോലെ ഞങ്ങൾ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തുകൊള്ളുക എന്ന് പറയുന്ന ഒരു ഔദാര്യം പോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ NHMന്റെ പ്രസ്താവനയിൽ നിന്ന് ഞങ്ങൾ ഒരു കാര്യം സ്വീകരിക്കുന്നു, ഇനി മുതൽ 15 ദിവസം പണിയെടുത്താൽ മതി. അതാണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരേ ഒരു കാര്യം, അത് മാത്രമാണ്, 15 ദിവസം പണിയെടുത്താൽ മതി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ദിവസവും 50 വീട് കയറാനാണ് ഓരോ ഹെൽത്ത് സെന്ററിൽ നിന്നും അധികാരികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 50 വീട് 12 മണിക്കുള്ളിൽ കയറി അവിടുത്തെ ഫോട്ടോ എടുത്ത് 12 മണിക്കുള്ളിൽ പോസ്റ്റ് ചെയ്യണം അതത് സെന്ററുകളിലേക്ക്. ഇത് സോഴ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് 10 പൈസ വേതനമുള്ളതല്ല. ആ കഴിഞ്ഞ ക്രൈറ്റീരിയ വന്നതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ സോഴ്സ് റിഡക്ഷൻ, അതായത് മഴക്കാല പൂർവ്വ ശുചീകരണം പോലുള്ള വേതനമില്ലാത്ത ജോലി ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ആശാവർക്കർമാർ തുടങ്ങി വിപുലമായ ഒരു സംവിധാനം നടത്തേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ആശാവർക്കർമാരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 6-7 ദിവസം കൊണ്ട് 350-400 വീടുകൾ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് വളരെ കഷ്ടപ്പെട്ട് സാഹസപ്പെട്ട കാര്യം വന്നിരിക്കുക. എല്ലാ പ്രദേശവും സമനിലയല്ല, വളരെ കുന്നും മലയുമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ആശാവർക്കർമാർ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതടക്കമുള്ള പരാതി ഞങ്ങൾ ഇന്നലെ NHM ഓഫീസിൽ നേരിട്ട് ചെന്ന് അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു കുറിപ്പിറങ്ങാനുള്ളൊരു പശ്ചാത്തലം എന്ന് കരുതുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മുഴുവൻ കാര്യങ്ങളെ വെച്ചുകൊണ്ട് NHMന്റെ അധികാരികളെ കണ്ട് ഈ സർക്കാർ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് ഓരോരോ സെന്ററുകളിൽ പണിയെടുപ്പിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ടാണ് ആവശ്യപ്പെട്ടത്, ആശാവർക്കർമാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, സേവനത്തെ സംബന്ധിച്ച് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകണം. ഡയറക്ടർ ഒരു കാര്യം പറയുന്നു, മന്ത്രി മറ്റൊരു കാര്യം പറയുന്നു, അതത് സെന്ററുകളിൽ ആവശ്യകതയ്ക്കനുസരിച്ച് മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ ആശുപത്രി അടിച്ചുവാരുന്ന ആശാവർക്കർമാരുണ്ട്. ആശുപത്രിയിൽ ചെന്നാൽ അവിടെ രാവിലെ അടിച്ചുവാരി, വാതിൽ തുറന്ന് അടിച്ചുവാരി വൃത്തിയാക്കി സകല സംവിധാനവും ഒരുക്കി OP ചീട്ട് എഴുതി വരുന്ന രോഗികളെ അകത്ത് കൊണ്ടുപോയി തുടങ്ങി നിരവധി ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആശാവർക്കറുടെ പരിധിയിലുള്ള വർക്കുകളല്ല, അവരുടെ ജോലിയല്ല എന്നുള്ളൊരു കാര്യം മറച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ജോലികളും കഴിഞ്ഞ മന്ത്രി ചർച്ചയിൽ പറഞ്ഞത് 2 ദിവസം പണിയെടുത്താൽ 10000 രൂപ കിട്ടുമെന്നാണ്. ഇപ്പോൾ NHM പറയുന്നു 15 ദിവസം പണിയെടുത്താൽ ഒരു ദിവസം 8600 രൂപ വരെ കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 866 രൂപ വെച്ച് കിട്ടുമെന്ന് പറയുന്നു. 666 രൂപ മുതൽ 866 രൂപ വെച്ച് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ ദിവസം മുതൽ ഇനി പ്രതിമാസം 15 ദിവസം ആശാവർക്കർമാർ ജോലി ചെയ്താൽ മതിയെന്ന ആ ഒറ്റ കാര്യം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. മറ്റൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ
ഫയൽ ചെയ്യാൻ ശ്രമിച്ചതായി മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ ആളുകൾ അവിടെ ചെന്ന് പറഞ്ഞത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ കമ്മിറ്റി റിപ്പോർട്ട് തരും, അതുകൊണ്ട് ആ റിപ്പോർട്ടിനനുസരിച്ച് ആശാവർക്കർമാരുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശം അവിടെ വന്നു. നമ്മളുടെ സംഘടന കമ്മിറ്റിയുടെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ആ കമ്മിറ്റിയെ ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മാത്രവുമല്ല, ചില നിർദ്ദേശങ്ങൾ വെച്ചത് എല്ലാവർക്കും അറിയാം. ഒരു 3000 രൂപയുടെ വർധനവും വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചൊരു പ്രഖ്യാപനവും നടത്തിക്കൊണ്ട് മറ്റ് വിഷയങ്ങളെല്ലാം കമ്മിറ്റിക്ക് വിടാമെന്നൊരു പ്രപ്പോസലാണ് സമരസമിതി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത്, ഞങ്ങൾ പിന്നീട് തൊഴിൽ വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആ കമ്മിറ്റി അംഗീകരിക്കാത്തതുകൊണ്ട് ഇതുവഴി അത് അതിൻ്റെ ഫോർമേഷൻ നടന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഇന്നലെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ പൊതു താല്പര്യ ഹർജി തള്ളി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ആരോപിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് ഇതൊരു സീരിയസ് ആയ വിഷയമാണ്. ഗവൺമെൻറ് കാണിക്കണം എന്താണ് കമ്മിറ്റി രൂപീകരിച്ചത്, ആരാണ് കമ്മിറ്റിയുടെ ചെയർമാൻ, ആരൊക്കെയാണ് കമ്മിറ്റിയുടെ അംഗങ്ങൾ. ഇതുവരെ ഒരു മാധ്യമത്തിനും അത് പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ നിരന്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡ് വളരെ ശരിയാണെന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ വ്യാജ പ്രചരണങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വരെ എത്തപ്പെടുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഈ സർക്കാർ പറയുന്ന ജോലി സംബന്ധമായ കാര്യങ്ങൾ ഞങ്ങളുടെ ആശാവർക്കർമാർ വിശദീകരിക്കും. ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് സമരസമിതിയുടെ നേതാക്കൾ ആരോപിക്കുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് ഞങ്ങളുടെ ആശാവർക്കർമാരുമായി നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും.